ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കിലെ ആഘോഷത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക സരസ്വതി അമ്മയുടെ മനസ്സിനെ അലട്ടുന്നതുകൊണ്ട് സരസ്വതി അമ്മ വിവരങ്ങൾ അന്വേഷിക്കുവാനായി പൂജാരിയുടെ അരികിലേക്ക് എത്തി. അദ്ദേഹം സരസ്വതി അമ്മയോട് ഇങ്ങനെയൊരു പിറന്നാൾ ആഘോഷം നടത്തുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും, കാരണം കുടുംബത്തിന്റെ സർപ്പദോഷം മാറ്റിയത് കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. നവീന്റെ ഒപ്പം കൃഷ്ണ എന്ന പെൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ ആ പെൺകുട്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാഗപ്രീതി നേടിയെടുത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന് നാഗത്തിന്റെ യാതൊരു ദോഷവും നാഗദേവതകൾ വരുത്തുകയില്ല എന്ന് അറിയിച്ചു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറിച്ചൊന്നാണല്ലോ. കൃഷ്ണയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് നിലനിന്നിരുന്ന നാഗശാപം പൂർണ്ണമായും പോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം നാഗപ്രീതി നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ആ പെൺകുട്ടി ഒപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ദൈവങ്ങളുടെ ചില ശാപങ്ങൾ ഇപ്പോഴും ആ കുടുംബത്തിന് ദോഷങ്ങൾ നേരിടേണ്ടിയിട്ടുണ്ട്. അത് നാഗദൈവങ്ങൾ പലപ്പോഴായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ചടങ്ങിന് മുന്നോടിയായിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിറന്നാൾ നടത്തുന്നതിനോട് പിന്നീട് നാഗദോഷമോ നാഗദേവതകളുടെ അപ്രീതിയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പൂജാരിയുടെ നിർദ്ദേശപ്രകാരം സരസ്വതിയമ്മ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ സരസ്വതിയമ്മ പറഞ്ഞതെല്ലാം കേട്ട് അത് തന്നെ ചെയ്യാമെന്ന് ഉറപ്പിക്കുമ്പോൾ കളരിക്കിലേക്ക് മടങ്ങിയെത്തി മുത്തശ്ശി ഇക്കാര്യം നവീനോടും ഗാഥയോടുമായിട്ട് പറയുന്നു. ഗാഥ നാളെ നടക്കാൻ പോകുന്ന തൻ്റെ പിറന്നാൾ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നവീനും ഗാഥയും കൂടി അരികിലേക്ക് എത്തി മുത്തശ്ശി ഞങ്ങളെ വിളിപ്പിച്ചോ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും സരസ്വതി അമ്മ ചോദിച്ചു, പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായെന്ന് ചോദിച്ചപ്പോൾ ഗാഥ പറഞ്ഞു, ഞങ്ങളുടെ സജഷൻസ് ഒക്കെ കൃത്യമായി തന്നെ മാണിക്കുഞ്ഞോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാണിക്കുഞ്ഞ് അതൊക്കെ ഓക്കെ ആക്കിയിരിക്കും എന്നറിയിച്ചപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത്, അതെ, പിറന്നാൾ ആഘോഷമൊക്കെ നടത്താം. അതിന് മുന്നോടിയായിട്ട് നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരെ പോകണം. ഈ ആഘോഷം നടത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ തിരുമേനിയോട് ചോദിച്ചു. അപ്പോഴേക്കും തിരുമേനിയാണ് പറഞ്ഞത്, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നാഗദൈവങ്ങൾക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്നും വഴിപാടുകൾ കഴിപ്പിക്കണമെന്നും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഗാഥ വല്ലാത്ത ദേഷ്യത്തിലായി. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഒരിടത്തേക്കും പോവില്ല. എനിക്കറിയാം നാഗദൈവങ്ങൾക്ക് എന്നോടുള്ള പക എത്രത്തോളമാണെന്ന്. ഞാനത് അനുഭവിച്ചതുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ നാഗക്ഷേത്രത്തിൽ പോവില്ല. എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗാഥ തട്ടിക്കയറുമ്പോൾ ഇത് കേട്ട് നിന്ന് മുത്തശ്ശി പറഞ്ഞു, കുട്ടി, ഈ കുടുംബത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ സംഭവിച്ച എല്ലാം തന്നെ അറിയാവുന്ന കുട്ടിയാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഗാഥ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് നിൽക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നവീനോടനെ മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല, എല്ലാം തന്നെയെന്ന് മുത്തശ്ശി പറഞ്ഞത് എന്തെല്ലാം തന്നെയെന്ന് ചോദിച്ചപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു, അല്ല മോനെ, ഇവിടെ നടത്തിയ വഴിപാടുകളെക്കുറിച്ചും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഗാഥയ്ക്ക് അറിയാമല്ലോ. അതാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് മുത്തശ്ശി അറിയിച്ചു. അപ്പോഴേക്കും നവീനോട് മുത്തശ്ശി പറഞ്ഞു, മോനെ, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇനി ഈ കുടുംബത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. മോനതൊന്ന് ഗാഥയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നവീനെ അവിടുന്ന് പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും സുമിത്ര അവിടേക്ക് എത്തി. എന്താ പ്രശ്നം എന്ന് സുമിത്ര അന്വേഷിച്ചപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, ഞാൻ നാളെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നും വഴിപാടുകൾ കഴിപ്പിക്കണമെന്നും പറഞ്ഞു. പക്ഷേ അത് ഗാഥയ്ക്ക് അതിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഗാഥ അത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ നടന്ന അനർത്ഥങ്ങളൊക്കെ ഇനിയും പിന്തുടരുമോ എന്നും തുടർന്നും അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടെന്ന് മുത്തശ്ശി അറിയിച്ചപ്പോൾ ഇത് കേട്ടതോടെ സുമിത്ര പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ച് നോക്കാമേ. അപ്പോഴേക്കും സരസ്വതി അമ്മ പറഞ്ഞു, എന്ത് സംസാരിച്ചാലും ശരി, ആ കുട്ടി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതായിരുന്നു. അപ്പോഴാണ് സുമിത്ര പറഞ്ഞത്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം വേഗം തന്നെ സിതാരയെ വിളിച്ചറിയിക്കാം. സിതാര പറഞ്ഞാൽ ഗാതമോൾ അനുസരിക്കും. എന്നാൽ അങ്ങനെ ചെയ്തു നോക്ക് എന്ന് മുത്തശ്ശി അറിയിച്ചതും വേഗം തന്നെ സുമിത്ര സിതാരയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നു. എല്ലാം കേട്ടതോടെ സിതാര പറഞ്ഞു, അതിനെന്താ പ്രശ്നം? നാളെ ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണമെന്നല്ലേ ഉള്ളൂ, വഴിപാടുകൾ കഴിപ്പിക്കണം. അത് നല്ല കാര്യം തന്നെയല്ലേ. ഫോൺ ഗാദിക്ക് കൊടുക്കൂ, ഞാൻ ഗാതമോളോട് സംസാരിക്കാം എന്ന് സിതാര പറഞ്ഞതും ഉടനെ തന്നെ സുമിത്ര ഗാഥയെ വിളിക്കണം. ഗാഥ അരികിലേക്ക് എത്തിയതും സിത്താരയെ വിളിക്കുന്നത് പറഞ്ഞ് ഫോൺ ഗാഥയ്ക്ക് നൽകി. ഫോൺ എടുത്തതും സിത്താര ചോദിച്ചു, മോളെ, എന്തിനാണ് മോള് നാളെ ക്ഷേത്രത്തിൽ പോകില്ല എന്നിങ്ങനെ വാശി പിടിക്കുന്നത്? അതൊരു നല്ല കാര്യമല്ലേ. നാളെ ഒരു മംഗളകർമ്മം വീട്ടിൽ നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ല കാര്യമല്ലേ മോളെ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ആ രീതിയിൽ തന്നെ ഒഴിവായി പോയിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ ഗാഥ പറഞ്ഞു, മമ്മിക്ക് അറിയാമല്ലോ നാഗങ്ങൾക്ക് എന്നോടുള്ള പക എത്രത്തോളമാണെന്ന്. എന്നിട്ട് ഞാൻ അവിടെ പോണെന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സിതാര പറഞ്ഞു, മോളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതൊക്കെ എന്തിനാണ്? മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ട് നമ്മളും ഈ നാഗശാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങളും നമ്മളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അത് മോള് മറക്കണ്ട. അതുകൊണ്ടാ മമ്മി ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ, ഓ ശരി മമ്മി, ഞാൻ നാളെ പോയിക്കോളാം. എവിടേക്കാ പോകണമെന്ന് പറഞ്ഞാൽ മതിയെന്ന്
ഗാഥ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ ഗാഥ ഉറപ്പ് നൽകുന്നത് കേട്ട് മുത്തശ്ശിക്കും സുമിത്രയ്ക്കും സമാധാനമായി. നാളെ രാവിലെ എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഗാഥ ഫോൺ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുമിത്ര സിതാര അടുത്ത് നിന്ന് സുകുമാരിയും സരസ്വതി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ആ കാര്യം പകരക്കാരിയാണെങ്കിലും ഒരു ക്ഷേത്രദർശനം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ സംശയത്തോടെ സുമിത്ര ചോദിച്ചു, പകരക്കാരിയോ? അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞത്? അല്ല, ആ കുട്ടിയുടെ സ്വഭാവം പലപ്പോഴും പല രീതിയിലാണല്ലോ. അവിടെ ഒരു സ്വഭാവം, ഇവിടെ വേറൊരു സ്വഭാവം, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് മുത്തശ്ശി കാര്യം ഒരു വിധത്തിൽ വളച്ചൊടിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും കൃഷ്ണയുടെ വീട്ടിൽ അതിനുള്ള പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ ഇരുന്ന് മോളിക്കുട്ടിയും തങ്കം കൂടി ആലോചിക്കുകയായിരുന്നു. നാളെ അനിയൻ സാറ് വരുമല്ലോ, അപ്പോൾ സാറിന് എന്താ ഉണ്ടാക്കേണ്ടത്? സാറിൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണ് മോളെ എന്നൊക്കെ ചോദിച്ച് തങ്കം ആശങ്കപ്പെടുമ്പോൾ ഇത് കേട്ടതോടെ മോളിക്കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മ ആരോടെ ചോദിക്കുന്നത്? ഇവർ അച്ഛനും മോളും അല്ലേ, അതുകൊണ്ട് തന്നെ ഈ മോൾക്ക് എന്ത് ഇഷ്ടമാണേലും അത് അച്ഛനും ഇഷ്ടമാവും. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, അമ്മേ സാറിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് കൊടുത്താലും സാറിന് ഇഷ്ടമാണ്. അമ്മ ഒരു നല്ല സദ്യയും കൊണ്ടാക്കിയാൽ മതി, പപ്പടവും പഴവും പായസവും ഒക്കെ ആക്കി ഒരു സദ്യ, അത് മതിയമ്മേ എന്ന് പറഞ്ഞു. അത് സാറിന് ഇഷ്ടമാവുക മോളേന്ന് ചോദിച്ചപ്പോൾ അമ്മ സാറിനെ കുറിച്ച് എന്താ കരുതത്? അമ്മ നാളെ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, നാളെ വേറൊരു വിശിഷ്ട അതിഥി കൂടി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും തങ്കം ചോദിച്ചു, അതാരാ? സാറല്ലേ, വേറെ ആരാ ഉള്ളത് എന്നിങ്ങനെ തങ്കം അന്വേഷിച്ചപ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, അല്ലമ്മേ, നവീൻ വരുന്നുണ്ട്. നവീനോട് പറഞ്ഞപ്പോൾ ആദ്യ ആളിരുന്ന് മടിച്ചു, പിന്നെ ഇവിടെ വരാമെന്ന് സമ്മതിച്ചു. നാളെ വന്നിട്ടേ പോകത്തൊന്നുമില്ല, ഇവിടെ തങ്ങാനാ പ്ലാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ തങ്കത്തിൻ്റെ മുഖം വല്ലാതെ പാടി. ഇത് കണ്ടതോടെ കൃഷ്ണ പറഞ്ഞു, ഒന്ന് പോ എൻ്റെ മോളിക്കുട്ടി, അമ്മ ഇതൊക്കെ വെറുതെ പറയുന്നതാ, അമ്മയുടെ മനസ്സ് തകരാനായിട്ട് ഇനി അത് മതി എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ടില്ല അമ്മയുടെ മുഖം ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, ഓ അത് ശരിയല്ലേ. അപ്പോഴേക്കും തങ്കം പറഞ്ഞു, പിന്നെ അല്ലേലും നീ പറഞ്ഞ ഞാനിപ്പോൾ അങ്ങ് വിശ്വസിച്ചു പോയി എന്ന് തങ്കം ഇങ്ങനെ പരിഭവിച്ചപ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, പിന്നെ മുഖം കണ്ടാൽ എനിക്കറിയാം ഇത് അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ എനിക്ക് ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അവർ ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്തായാലും നാളത്തെ ഒരുക്കങ്ങളൊക്കെ ഞാൻ ഏറ്റു. നാളത്തെ ഒരുക്കത്തിന് നാളത്തെ ഇപ്പോഴേ തന്നെ ഞാൻ എൻ്റെ ഓട്ടോയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നാളെ ഒരു ദിവസം ഓട്ടമേ ഇല്ല. പിന്നെ നാളത്തെ രാവിലെ മുതൽ ഇവിടെ കൃഷ്ണയും റെസ്റ്റിലാണ്. പിറന്നാളുകാരി അങ്ങ് മാറിയിരുന്നാൽ മതി. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാണ് പൊന്നുമോളെ. നാളെ അമ്മയ്ക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിന് ഞാനിവിടെ ഉണ്ടാവും എന്ന് മോളിക്കുട്ടി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ തന്നെ തങ്കം പറഞ്ഞു, അതെ ആഘോഷങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം ചെയ്തതാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ, ഞാൻ പള്ളിക്കലും പോകാം, നിങ്ങൾ ക്ഷേത്രത്തിലും പോയിക്കോ, എല്ലാ ഈശ്വരന്മാരും കൂടി കൃഷ്ണമോളെ അങ്ങ് അനുഗ്രഹിക്കട്ടെ. നീ രണ്ടുപേരെയും ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ട് വിട്ടിട്ട് അവിടുന്ന് നേരെ പള്ളിയിൽ പോയി മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് രണ്ടുപേരെയും കൂട്ടി ഇങ്ങ് പോരാം, എന്താ എന്ന് ചോദിച്ചു. എന്നാൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നാളെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്താനായിരുന്നു ശ്രീനിവാസന്റെ തീരുമാനം. ഇത് കണ്ടതോടെ അരികിലേക്ക് വന്ന ശ്രീനിവാസന്റെ ചേച്ചി ചോദിച്ചു, അല്ല എന്താ അനിയ, നീ എന്താ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ അനിയൻ പറഞ്ഞു, അത് പിന്നെ ചേച്ചി വേറൊന്നുമല്ല, ഇന്ന് കൃഷ്ണമോളുടെ പിറന്നാളാണ്, അതുകൊണ്ട് തന്നെ മോൾക്ക് രാവിലെ തന്നെ പോയി ഒരു നല്ലൊരു ഗിഫ്റ്റ് മേടിക്കണം, എന്നിട്ട് മോളുടെ അടുത്തേക്ക് പോകണം, അതാ തീരുമാനം എന്നറിയിച്ചു. എസ്റ്റേറ്റിലേക്ക് മറ്റന്നാൾ പോകാമല്ലോ എന്നറിയിച്ചതും ഉടനെ ശ്രീനിവാസന്റെ ചേച്ചി പറഞ്ഞു, ദേ ഇതൊരു നല്ല ശീലമല്ല കേട്ടോ, ആ കുട്ടിക്ക് നീ ഒരു സഹായം ചെയ്തു, അതിന് ആ കുട്ടി പ്രത്യുപകാരവും ചെയ്തു, അല്ലാതെ ഇങ്ങനെ വഴിയിൽ കൂടെ പോകുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ തലയിൽ കയറ്റി നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും പണ്ടും നിന്റെ സ്വഭാവം അങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പോൾ ആ കുട്ടിയെ സഹായിക്കാനായി പോയതിൻ്റെ പേരിലല്ലേ ഇപ്പോൾ ഇല്ലാത്ത ശത്രുവിനെ കൊണ്ടാക്കിയെടുത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ഉടനെ ശ്രീനിവാസ് പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ മോളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്വന്തം മോളാണെന്ന് വഴിയെ പോയൊരു കുട്ടിയെ നോക്കി പറയേണ്ട കാര്യമുണ്ടോ? നിനക്ക് സ്വന്തം മോളോടുള്ള താല്പര്യവും സ്നേഹമൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ച് നിന്റെ മോൾക്ക് പോലും ഇങ്ങനെ ഒരു സ്നേഹവും അടുപ്പവും വേറൊരു കുട്ടിയോട് നിനക്കുണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചേച്ചി ചോദിച്ചപ്പോഴേക്കും ശ്രീനിവാസ പറഞ്ഞു, എൻ്റെ മോളല്ലേ ചേച്ചി, അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ സ്വഭാവം അവൾക്കുണ്ടാവും എന്ന് ശ്രീനിവാസ തറപ്പിച്ച് പറയുന്നു. അതെല്ലാം കേട്ടതോടെ ഉടനെ മൂർത്തിയുടെ നേരെ തിരിഞ്ഞിട്ട് ശ്രീനിവാസ് ചോദിച്ചു, അല്ല മൂർത്തിക്ക് വീട്ടിൽ പോകണ്ടേ? എന്തായാലും ഞാൻ നേരത്തെ കിടക്കാൻ പോവാം, മരുന്നൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോണമെന്നാണ് കൃഷ്ണമ്മളുടെ നിർദ്ദേശം. സത്യത്തിൽ ഞാൻ അവൾക്ക് അതിനുള്ള ഒരു അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു മോളോടെന്ന പോലെ. അതുകൊണ്ട് ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങുക, രാവിലെ നേരത്തെ എണീറ്റ് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നും കഴിച്ചിട്ട് അനിയൻ സാറ് വേഗം റൂമിലേക്ക് പോയി. ഈ സമയത്ത് മൂർത്തി പറഞ്ഞു, അതെ ഈ പോക്ക് തടയണം, എങ്ങനെയും തടയണം, ഇത് വിലക്കിയില്ലെങ്കിൽ ഇത് വലിയൊരു ആപത്തായി മാറും. അത് കേട്ടതോടെ
ശ്രീനിവാസന്റെ ചേച്ചി പറഞ്ഞു, അതെ, ഈ ഒരു അടുപ്പം അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയേ തീരൂ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ വലിയ ദോഷമായിട്ട് മാറുമെന്ന് ശ്രീനിവാസന്റെ ചേച്ചിയും മനസ്സിൽ തീരുമാനിച്ചു. എന്തായാലും മൂർത്തി തൽക്കാലം പൊയ്ക്കോ എന്ന് പറഞ്ഞ് മൂർത്തിയെ പറഞ്ഞയച്ചിട്ട് ശ്രീനിവാസിന്റെ ഈ ഒരു യാത്ര ഒഴിവാക്കുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് തലപോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ കൃഷ്ണയുമായിട്ട് മോളിക്കുട്ടിയും തങ്കവും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയതിന് ശേഷം അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോൾ കളരിക്കല് പിറന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ ഒരുക്കങ്ങൾ നടത്താൻ ഉദയനും ഒപ്പം നിർമ്മലയും കീർത്തിയും ഒപ്പം ചേരുകയാണ്. കീർത്തിയോട് കിച്ചണിൽ പോയി സുമിത്രയെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനായിട്ട് നിർമ്മല പറഞ്ഞയക്കുമ്പോൾ ഇത് കണ്ടു നിന്ന് മാണിക്കുഞ്ഞ് ആകെ അതിശയായി. ഓ കൊള്ളാം, എന്തായാലും അമ്മാവനാണ് കൂട്ടു വന്നിരുന്നെങ്കിലേ ഞാൻ സമ്മതിച്ചേനെ. കാരണം അമ്മാവൻ ശുദ്ധനാണല്ലോ. കൂട്ടത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടേലേ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട നിർമ്മല ചോദിച്ചു, അതെന്താ മാണിക്കുഞ്ഞ് നീ അങ്ങനെ പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചാണല്ലോ എന്ന് ചോദിച്ചപ്പോഴും പിന്നല്ലാതെ അമ്മായിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ, അമ്മായി തന്നെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് എന്ന് മാണിക്കുച്ചി സമ്മതിച്ചു. അപ്പോഴേക്കും അവിടേക്ക് സിതാര എത്തി. സിതാരയെ കണ്ടതോടെ ഗാഥ ഓടി വന്ന് മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടതോടെ നിർമ്മല ചോദിച്ചു, സിതാര രാവിലെ തന്നെ ഇങ്ങ് എത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ എത്തിയല്ലോ എന്ന് നിർമ്മല ചോദിച്ചത് കേട്ട് സിതാര പറഞ്ഞു, അതിന് ഞാൻ വൈകി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നിർമ്മലേ. അത് കേട്ടതോടെ മണിക്കുഞ്ഞ് പറഞ്ഞു, കൊള്ളാം മേഡം, ഇത് തന്നെയാണ് അമ്മായിക്ക് കൃത്യ മറുപടി തന്നെ കൊടുക്കാൻ മേഡം തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവീനും ഗാഥയും ഒക്കെ റെഡിയായി നിൽക്കുന്നത് കണ്ടിട്ട് അരികിലേക്ക് വന്ന സരസ്വതിയമ്മയും പറഞ്ഞു, സിതാര എത്തിയല്ലോ, ഇന്ന് ഇനിയിപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഇറങ്ങിയാലോ. അതിനെന്താ അമ്മേ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് സിതാര മകളെയും നവീനെയും വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഗാഥ നവീൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം ഭംഗിയാക്കണേ എന്ന് മനസ്സിലൊരു പ്രാർത്ഥനയോടെ സിതാരയും കാറിലേക്ക് കയറി. ഈ സമയത്ത് ക്ഷേത്രത്തിലെത്തിയ തങ്കം തൻ്റെ മോൾക്ക് വേണ്ടി എല്ലാ തവണയും ഓരോ പിറന്നാൾ ദിവസവും അവളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം ഇനി ഉണ്ടാകണേ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യും. എന്നാൽ അത്തരം സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സ്വപ്നങ്ങൾ കാണുന്നതിനും ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അതിനൊന്നും യാതൊരു തടസ്സമോ വിലക്കുകളോ ഇല്ലല്ലോ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ മോളുടെ ജീവിതം എന്നും സുരക്ഷിതമാകണേ എന്നും നല്ലതായി തീരണേ എന്നും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് തങ്കം കൃഷ്ണയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് കൃഷ്ണയ്ക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ശ്രീനിവാസ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ശ്രീനിവാസ് പോയി കഴിഞ്ഞതും മൂർത്തിയും ചേച്ചിയും അവരാലാകും വിധത്തിൽ ശ്രീനിവാസിനെ തടയാൻ ശ്രമിച്ചിട്ടും കൃഷ്ണയുമായിട്ടുള്ള ആ അടുപ്പം ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം പോലും ശ്രീനിവാസിന്റെ ഭാഗത്തു നിന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് കൃഷ്ണയ്ക്ക് പിറന്നാൾ ആഘോഷങ്ങൾ നടത്തുന്നതിനായിട്ട് അവിടേക്ക് നേരത്തെ തന്നെ ഗോപാലനും സുനന്ദയും മോളും കൂടി എത്തുന്നു. അവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് സദ്യ അങ്ങനെ ഒരുക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകുന്ന ആ വലിയ അതിഥിയെക്കുറിച്ചുള്ള ഒരു കാത്തിരിപ്പായിരുന്നു തങ്കത്തിന്റെ മനസ്സിൽ. ഇവിടെ എല്ലാത്തിനും സഹായിയായിട്ട് മോളുടെ വളരെയേറെ പ്രിയപ്പെട്ട ആളായിട്ട് ഒരു മാറിയ അനിയൻ സാറുണ്ട്. സാറാണ് ഇപ്പൊ മോളുടെ സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ സാറിനെ ക്ഷണിച്ചിട്ടുണ്ടെന്നും സാറ് ഇന്നിവിടെ മോളുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നും കുറേ ദിവസമായി സാറിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണുന്ന ഓരോ സാഹചര്യത്തിലും ഞങ്ങൾക്ക് അതിനെ കാണാൻ കഴിയാതെ എന്തൊക്കെയോ തടസ്സങ്ങൾ വരികയാണ്. എന്തായാലും ഇന്ന് സാറ് വരുമ്പോൾ കാണാമല്ലോ എന്നൊരു ആശ്വാസമാണെന്ന് തങ്കം പറയുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതോടെ കൃഷ്ണ ഓടിച്ചെന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ, ദാ അനിയൻ സാറ് വന്നു എന്ന്. വേഗം തന്നെ അരികിലേക്ക് ഓടിച്ചെന്നതും അരികിലേക്ക് വന്ന് അനിയൻ സാറ് രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രസാദമൊക്കെ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇന്നത്തെ ദിവസം തന്നെ സംബന്ധിച്ചും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം തന്നെയാണ്, എൻ്റെ മോളുടെ പിറന്നാൾ ദിവസം കൂടിയാണെന്ന് എന്നറിയിച്ചു. അത് കേട്ടതോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അനിയൻ സാറ് പറയുമ്പോൾ അതെല്ലാം കേട്ട് വേദനയുടെ അരികിലേക്ക് ചെന്ന് കൃഷ്ണ നിൽക്കുകയാണ്. സാറേ, ഇങ്ങനെ വിഷമിക്കാതെ, സാറിൻ്റെ മോളുടെ പിറന്നാൾ ഇന്നത്തെ ദിവസം തന്നെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ സ്വന്തം മോളുടെ പിറന്നാൾ ആഘോഷമാണെന്ന് തന്നെ അങ്ങ് കരുതിയാൽ പോരെ എന്ന് കൃഷ്ണ ആശ്വസിപ്പിക്കുമ്പോൾ നീ എൻ്റെ മോള് തന്നെയാ എന്ന് പറഞ്ഞ് ആ പ്രസാദം കൃഷ്ണയുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് തൻ്റെ ആ പഴയ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ മോളെ നഷ്ടപ്പെട്ട ആ ദിവസം അന്ന് ഭദ്രമായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ കൂട്ടുകാരിയെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ച് പറഞ്ഞയച്ച കാര്യങ്ങളൊക്കെ വേദനയോടെ പറയുമ്പോൾ അകത്തു നിന്ന് തങ്കം അതെല്ലാം കേൾക്കാനിടയാകുന്നു. ഒടുവിൽ തൻ്റെ കൃഷ്ണമോളുടെ കഥ തന്നെയാണ് ആ കേൾക്കുന്നതെന്ന് അകത്തു നിന്ന് തങ്കം തിരിച്ചറിയുന്നതോടെ അതാരാണെന്നറിയാനായി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി അത് ചിലപ്പോൾ ശ്രീനിവാസ് സാർ തന്നെ ആയിരിക്കുമോ എന്നൊരു ഞെട്ടലിൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് തങ്കം അവിടെ ബോധം കെട്ട് വീഴുന്ന നിമിഷത്തിൽ വേഗം തന്നെ തങ്കത്തിന് വല്ലാതെ പ്രഷർ കയറിയത് കൊണ്ടാണ് ബോധക്കേട് ഉണ്ടായതെന്നും വേഗം മുഖത്ത് വെള്ളം തെളിച്ച് സുനന്ദയും
മോളിക്കുട്ടിയും കൂടി തങ്കത്തെ വിളിച്ചുണർത്തി. കണ്ണു തുറന്നോടെ അരികിലേക്ക് ഓടി വന്ന കൃഷ്ണ, അമ്മേ, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. മോളെ അത് ആരാ എന്ന് ചോദിച്ചപ്പോൾ, അമ്മ, അനിയൻ സാറ് പറയുന്നതൊക്കെ കേട്ടോ എന്ന് ചോദിച്ചു. അതെ, സാറുണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോൾ, ഉണ്ട്, സാറ് പുറത്ത് നിൽക്കുവാ, അമ്മയെ ഞാൻ വിളിക്കാൻ വന്നപ്പോഴാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞത് എന്ന് പറഞ്ഞു. വേഗം കണ്ണു തുറന്ന തങ്കം വേഗം ചാടി എഴുന്നേറ്റ് പുറത്ത് നിൽക്കുന്ന അനിയൻ സാറിനെ കാണുവാനായി വളരെ പ്രതീക്ഷയോടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന അനിയൻ സാറ്. ഉടനെ തന്നെ സാറേ എന്ന് വാതിൽക്കലെത്തി തങ്കം വിളിച്ചപ്പോൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ശ്രീനിവാസ് നോക്കിയതും 20 വർഷങ്ങൾക്ക് മുൻപ് പരസ്പരം കണ്ട ആ ഒരു കാഴ്ച അവർ ഓർത്തു പോവുകയാണ്. ഇത്രയും നാളും താൻ തേടി നടന്ന ആള് തന്റെ മുന്നിലേക്ക് വന്നതിന്റെ ഞെട്ടലായിരുന്നു ശ്രീനിവാസിന്റെ മനസ്സിൽ. വേഗം തന്നെ തങ്കം വല്ലാത്ത ഞെട്ടലോടെ അനിയൻ സാറിന്റെ അരികിലേക്ക് ചെന്നതും, ശാന്തി എവിടെയെല്ലാം ഞാൻ അന്വേഷിച്ചു, എത്ര നാളായി, ശാന്തി എവിടെയായിരുന്നു, എൻ്റെ മോളെക്കുറിച്ചുള്ള അന്വേഷണം ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്ന് ശ്രീനിവാസ് വന്ന് വല്ലാത്ത പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ, എൻ്റെ മോള് എവിടെയാ, അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ പ്രതീക്ഷയോടെ ചോദിച്ചു. ഇത് കേട്ടതോടെ തങ്കം നിറകണ്ണുകളോടെ പറഞ്ഞു, സാറ് കാണാൻ ആഗ്രഹിച്ചു വന്ന, സാർ അന്വേഷിച്ച് നടന്ന കുട്ടി, അവളുടെ പിറന്നാൾ ആഘോഷത്തിലാ സാർ ഇന്ന് പങ്കെടുക്കാൻ വന്നിരിക്കുന്നതെന്ന്. അത് കേട്ടതോടെ ശ്രീനിവാസിന് വല്ലാത്തൊരു ഞെട്ടലായി. ഇത് കേട്ടുകൊണ്ട് അരികിലേക്ക് വന്ന കൃഷ്ണ, എന്താ അമ്മേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഉടനെ ശ്രീനിവാസിന്റെ മുന്നിലേക്ക് തങ്കം കൃഷ്ണയെ നിർത്തിയിട്ട് പറഞ്ഞു, സാറേ, ഇത് തന്നെയാ സാറിൻ്റെ മോള്. അന്ന് സാർ എൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോയ ആ ചോര കുഞ്ഞാ ദാ ഈ നിൽക്കുന്ന കൃഷ്ണമോള് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മകൾ തന്നെയായിരുന്നു ഇത്രയും ദിവസം തൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ശ്രീനിവാസ് മകളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും തൻ്റെ അച്ഛനെ തൊട്ടറിഞ്ഞതും അച്ഛനെ അറിയാതെ തന്നെ അച്ഛനായി താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച അത് തൻ്റെ സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വർഷങ്ങൾക്കിപ്പുറം തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ആ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ ഇടനെഞ്ചിലെ ചൂടുപറ്റി കൃഷ്ണ നിൽക്കുന്നു.